ദൈവം തന്ന ആലോചന കർത്താവിൻ്റെ ദാസന്മാരിലേക്ക് വന്നിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പനിമിഷങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷിപ്പാനായിട്ട് പോവുകയാണ്. നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് വീണ്ടെടുപ്പുകാരനായ നമ്മുടെ യേശുക്രിസ്തുവാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള വിഷയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ വലിയ ദർശനം ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയം, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവും സഭയുടെ ഒരുക്കവും എന്ന വലിയ വിഷയത്തെ കഴിഞ്ഞ രാത്രി മുതൽ നമ്മളിങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. തുടർന്ന് അല്പനിമിഷങ്ങളിലെ ചിന്തയ്ക്ക് ആധാരമായി ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പൊറുത്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതേ നിങ്ങൾ എന്നെ പൊറുത്തുകൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല വചനത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളോട് കൃത്യമായി ഇടപെടണമേ. ഞങ്ങളുടെ ഒരുക്കം ഇന്ന് രാത്രി ഒന്നുകൂടെ പുതുക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. ഈ ശബ്ദപരിധി യഹോവയ്ക്ക് വിശുദ്ധമാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പന്തലും പരിസരവും ദൂതന്മാരുടെ കാവലായിരിക്കട്ടെ. എതിരായി നിൽക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ, എല്ലാ പൈശാചിക പോരുകളെ ഞങ്ങൾ ഒരുമിച്ച് അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഈ രാത്രി അമർച്ച ചെയ്യുന്നു. മഹത്വം മുഴുവൻ അങ്ങെടുക്കണം. ക്രൂശിനെ മറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ വിശുദ്ധ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ. ദൈവം തന്ന ശബ്ദത്തിൽ എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 25 വാക്യത്തിൽ ഒരു വാക്യം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്. 260 അധ്യായങ്ങളുള്ള പുതിയ നിയമത്തിൽ 318 പ്രാവശ്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ ഏതാണ്ട് 1845 പ്രാവശ്യം ഹാനോക്ക് മുതൽ ഇങ്ങോട്ട് പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ വായിച്ചാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധന്യനായ പൗലോസ് കൊരിന്ത്യ സഭയിലെ വലിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ അവരൊന്ന് ക്രമീകരിക്കാനായി ലേഖനം എഴുതി മുൻപോട്ട് വരുമ്പോൾ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ലോകത്തിൽ ആരെയും ഭയമില്ലാത്ത ഒരു അപ്പോസ്തലൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ധന്യനായ പൗലോസ്ലീഹയാണ് കേട്ടോ. ഒന്നിനെയും ഭയമില്ലാത്ത മനുഷ്യൻ. അഗ്രിപ്പാ രാജാവിനെ കണ്ടാ പറയും, എൻ്റെ ഈ ചങ്ങല ഒഴിച്ച് നീയും ഗുണപ്പെടണമെന്ന് പറയുമായിരുന്നു. ഇനി ഫെലിക്സിനെ കണ്ടാ പറയും, നീയും ഗുണപ്പെടണമെന്ന് പറയുമായിരുന്നു. ഇനി കടലിളകി കപ്പൽ തകർന്ന് പീസുകളായാൽ അദ്ദേഹം ഭയപ്പെടത്തില്ലായിരുന്നു. ഇനി ഒരു അണലി കയ്യെ കയറി ചുറ്റിയാൽ താൻ ഭയപ്പെടത്തില്ല, തീക്കകത്ത് കുടഞ്ഞു കളയും. ഒന്നിനെയും ഭയമില്ലാത്ത മനുഷ്യൻ, മരണത്തെ പേടിയില്ലാത്ത മനുഷ്യൻ. ഉലകത്തിലെ ആകെ അദ്ദേഹം ഭയപ്പെട്ടത് ഒറ്റ വിഷയത്തിനാണ്, സഭ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുമോ, മണവാട്ടിയുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് സഭ വഷളായി പോകുമോ എന്ന് പൗലോസ് ഭയപ്പെട്ടു. ഇന്ന് രാത്രി ഞാനും ഭയപ്പെടുകയാണ്. നമ്മൾ ഒത്തിരി ഭയപ്പെടണം കേട്ടോ. എന്താണ്? ഇവിടെ ഒരു കാർമികനെ കാണാം. ഒരു കാർമികൻ അവിടെയുണ്ട്, ഏക പുരുഷനായ മണവാളൻ. 2, 3 നിർമ്മല കന്യക. ഒന്ന് പറയുമോ എല്ലാവരും? ഉറക്കെന്ന് പറയാമോ? നിർമ്മല കന്യക. ഞാനൊരു MLA ചേർക്കാൻ വരികയാ, ഞാനൊരു MBA ചേർക്കാൻ വരികയാ,
ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറെ ചേർക്കാൻ വരിക എന്നൊന്നുമല്ല പറഞ്ഞേക്കുന്ന കേട്ടോ, ശ്രദ്ധിക്കണേ, അബദ്ധം പറ്റി പോകരുത്. ഞാനൊരു നിർമ്മല കന്യകയെ ചേർക്കാൻ സന്തോഷമുണ്ട്. കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയണം കേട്ടോ. കാലം മുന്നോട്ട് പോയപ്പോൾ സഭയുടെ ദർശനങ്ങളൊക്കെ മാറിയിട്ട് പാസ്റ്റർമാര് രാഷ്ട്രീയം പ്രസംഗിക്കാൻ തുടങ്ങി, രാഷ്ട്രീയക്കാര് വന്നും വെച്ച് ആത്മീയം പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ കൂടെ സഭ പോകുമ്പോൾ ഞാൻ ഭയപ്പെടുകയാണ്. ഇന്ന് രാത്രി സന്തോഷമുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണമേ. സഭയുടെ ദർശനത്തിൽ നിന്ന് സഭ പുറകോട്ട് പോകരുത്. ഹല്ലേലൂയ. എന്താണ് നിർമ്മല കന്യക? എനിക്ക് വലിയ ഗ്രീക്കും ഹീബ്രു ഒന്നും അറിയത്തില്ലെങ്കിലും ഞാൻ വായിച്ച പുസ്തകത്തിൽ അതിനെ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഹാക്കിനിയോ എന്ന വാക്കാണ്. ഹാക്കിനിയോ എന്ന വാക്കിന്റെ അർത്ഥം യാഗാർപ്പണയോഗ്യമായത്. ഒന്ന് പറയുമോ? യാഗാർപ്പണയോഗ്യമായത് എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്തത്. യഹൂദനൊരു കാളക്കുട്ടിയെയോ ഒരാട്ടുംകുട്ടിയെയോ ഒരു കോലാട്ടുകൊറ്റനെയോ യാഗം കഴിക്കാനായി യാഗപീഠത്തിനെ കൊണ്ടുവന്ന ഉടനെ പിടിച്ച് യാഗം കഴിക്കുന്ന പരിപാടി അവിടെ ഇല്ല. കൊണ്ടുവരുമ്പോൾ ഒരു നിരീക്ഷണ സംഘമുണ്ട് കേട്ടോ. നല്ല വെറ്റിനറി ഡോക്ടർമാരെ കാട്ടിൽ ബിരുദം പ്രാപിച്ച നല്ല നിരീക്ഷണ സംഘമുണ്ട്. ആ സംഘം കൊണ്ടുവന്ന ആട്ടുംകുട്ടിയെ നോക്കും, ലിംഗനിർണയം നടത്തും. ആണാണോ പെണ്ണാണോ, മാംസപുഷ്ടിയുള്ളതാണോ, ഉളുക്കോ കൊളുത്തോ വല്ലതും കാലിനും കൈക്കുമുണ്ടോ, ചെവി കേൾക്കുവോ, പല്ല് മൊത്തം ഉള്ളതാണോ, കണ്ണ് കാണാമോ, എല്ലാം നോക്കിയിട്ട് അവര് പറയുന്ന ഒരു വാക്കാണ് ഈ യാഗമൃഗത്തെ യാഗാർപ്പണത്തിന് കൊള്ളാം എന്ന് പറയുന്ന വാക്കാണ് ഹാക്കിനിയോ എന്ന് പറയുന്ന ഒരു സ്തോത്രമാണ്. ഇന്ന് രാത്രി നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ യാഗം അർപ്പിക്കാൻ കൊള്ളാവുന്നത്. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നെ യാഗമർപ്പിക്കാൻ കൊള്ളാം? അതിനെ എബ്രായ പദത്തിൽ പറയുന്ന തമ്മീം എന്നാണ്. ഈ പുരോഹിതന്മാർ ഇതിനെ മൊത്തത്തിൽ ത്വക്ക് പിടിച്ചു നോക്കും, മാംസം പിടിച്ചു നോക്കും, കണ്ണു നോക്കും, പല്ല് നോക്കും, എല്ലാം നോക്കിയിട്ട് വാളുമായി നിൽക്കുന്ന യാഗപീഠത്തിന്റെ മുമ്പിലെ പുരോഹിതൻ നോക്കി പറയും തമ്മീം എന്ന് പറഞ്ഞാൽ യാഗത്തിന് കൊള്ളാം, മൃഗത്തെ യാഗത്തിന് കൊള്ളാം. നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വെള്ളയുടുപ്പിട്ടതെന്നല്ല, വെള്ളസാരി ചുറ്റിയതെന്നല്ല, മാലയും കമ്മണ് ഊരിയതെന്നല്ല, ഇന്ന് രാത്രി യാഗത്തിന് കൊള്ളാമെന്നുള്ളതാ. സന്തോഷമുണ്ടെങ്കിൽ കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം ചേർക്കുവാൻ വരുന്നത് ഹല്ലേലൂയ എന്ന് പറഞ്ഞ പൂർണ്ണതയുള്ളത്, നിർമ്മലമായത്, യാഗാർപ്പകയോഗ്യമായത് എന്ന് പുരോഹിതൻ ഈ നിരീക്ഷണ സംഘം ഒപ്പിട്ട് പറഞ്ഞാൽ മാത്രമേ യാഗപീഠത്തെ കയറ്റുവാരുന്നു. അങ്ങനെ ഒരാട്ടുംകുട്ടിയെ നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ ഒരു രാത്രിയിൽ ഗതസമനേന്ന് പിടിച്ചു കേട്ടോ. ഗതസമനേന്ന് പിടിച്ച് ആട്ടുംകുട്ടിയെ ആ രാത്രി ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി അവര് പറഞ്ഞു യാഗത്തിന് കൊള്ളാം, കുറ്റമൊന്നുമില്ല. മഹാപുരോഹിതൻ കയ്യപ്പാവ് നോക്കി, അദ്ദേഹം പറഞ്ഞു കുറ്റമൊന്നുമില്ല. കന്നാവ് നോക്കി, കുറ്റമൊന്നുമില്ല. സ്വത്രം പറയണേ. പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു, പീലാത്തോസ് പറഞ്ഞു കുറ്റമൊന്നുമില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹേരോദാവിന്റെ അടുക്കൽ പോയി, ഹേരോദാവ് പറഞ്ഞു കുറ്റമൊന്നുമില്ല. തിരിച്ച് പീലാത്തോസിന്റെ അടുക്കൽ വന്നു, പീലാത്തോസ് ആവർത്തിച്ചു പറഞ്ഞു ഇവനിൽ കുറ്റമൊന്നുമില്ല. വിശ്വസിക്കുന്നവന് മാത്രമേ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി യേശു ചേർക്കാൻ വരുന്നത് കുഞ്ഞായ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, പുരുഷാരത്തെ നോക്കി പറഞ്ഞു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു ഹല്ലേലൂയ പറയണം. ആ ഏക പുരുഷന് സ്വത്രം പറഞ്ഞില്ല, ഒരു കുറ്റവുമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ ആ ഏക പുരുഷന് ഒരു നിർമ്മല കന്യകയെ ചേർക്കാൻ വരികയാ. ഈ രാത്രി സന്തോഷമുള്ളവരുണ്ടെങ്കിൽ അവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. യേശു ചേർക്കാൻ വരുന്നത് യാഗപീഠത്തിൽ കയറി ജയിച്ചിറങ്ങി വന്നവൻ. ഈ രാത്രി മൗനമായിരിക്കരുത്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകൾക്കുപരിയാണ് യേശുവിന്റെ വരവെന്ന് പറയുന്നത്.
നമ്മുടെ ISRO ഈ 2026 103 ബഹിരാകാശ പേടകങ്ങളെ വഹിച്ചുകൊണ്ട് ഒരു SLV ഇവിടുന്ന് വിട്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും. കുതിച്ചുയർന്നു. 987 താഴോട്ടെണ്ണി 0 വന്നു. സാധനം കത്തിപ്പൊങ്ങി. 1-ാം മേഖല കഴിഞ്ഞു, കുഴപ്പമില്ല. 2-ാം മേഖല കഴിഞ്ഞു, കുഴപ്പമില്ല. 3-ാം മേഖലയിൽ ചെന്നപ്പോൾ പോയതുപോലെ തിരിച്ചു പോന്നു. നിങ്ങൾ വായിച്ചായിരുന്നു? ഇന്ന് രാത്രി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ദൂതേ, ഇവിടുന്ന് അങ്ങ് ചെല്ലണം, ഇടയ്ക്ക് വെച്ച് കത്തിപ്പോകരുത്. സന്തോഷമുണ്ടല്ലേ കരമടിക്കാവുള്ളൂ. അങ്ങ് ചെല്ലുമെന്ന് ഉറപ്പുള്ളവര് ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. ഇവിടുന്ന് കത്തി പൊങ്ങിയതാ കേട്ടോ. ഭയങ്കര ഫയറായിരുന്നു. പക്ഷെ എല്ലാം താഴോട്ട് പോകുന്നു. ഇന്ന് രാത്രി പ്രിയരെ, താഴോട്ട് പോകരുത്. എവിടെയൊക്കെയാ നിർമ്മലമാകേണ്ടത്? 51-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ ഭക്തനായ ദാവീദ് പറഞ്ഞു, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്. ഒന്ന് പറഞ്ഞേ എല്ലാരും കൂടെ, ഉറക്കി ഒന്ന് പറഞ്ഞേ. നമുക്ക് മറ്റൊന്നും ഇന്ന് രാത്രി കിട്ടിയില്ലേലും വിഷമിക്കണ്ട. കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എത്ര പേര് കൊതിക്കുന്നുണ്ട്. കാന്തയായ മണവാട്ടി ഈ രാത്രി പ്രാർത്ഥിക്കേണ്ടത് അസൂയയില്ലാത്ത, കണ്ണുകടിയില്ലാത്ത, കോപമില്ലാത്ത, ക്രോധമില്ലാത്ത, ശാഠ്യമില്ലാത്ത, ദ്വന്ദ്വപക്ഷമില്ലാത്ത, വിടക്ക് കണ്ണില്ലാത്ത ഒരു നിർമ്മലമായ ഹൃദയം, പകയില്ലാത്ത ഒരു സന്തോഷമുള്ളവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത് നിർമ്മലമായൊരു ഹൃദയം. നിന്റെ ഇന്നർ മാൻ, നിന്റെ അകത്തെ മനുഷ്യൻ, നിന്റെ ഹൃദയം ഇന്ന് രാത്രി നിർമ്മലമായിരിക്കണം. യേശു ആരെ ചേർക്കാനാ വരുന്നത്? നിർമ്മല കന്യക. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മൾ ആ ദർശനത്തിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകല്ല് കേട്ടോ. ഒരു വിട്ടുവീഴ്ചയ്ക്കും അഭിഷക്തന്മാരും ദൈവമക്കളും തയ്യാറാകല്ല. ആ കുഴപ്പമില്ല, ഇന്നത്തെ കാലമല്ല. ഇച്ചിരി ഇട്ടോ, ഇച്ചിരി തൊട്ടോ, ഇച്ചിരി അടിച്ചോ, ഇച്ചിരി കണ്ടോ എന്നൊന്നും പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യാവുന്ന വകുപ്പല്ല. വിശുദ്ധ പാപവും അശുദ്ധ പാപവും ഒന്നുമില്ല. പാപം ഒന്നേ ഉള്ളൂ. ഈ രാത്രി സഭ ഒരു കടുകിട പുറകോട്ട് പോകല്ലേ. രക്തം കൊടുത്തവന്റെ സഭയാ, പ്രാണനെ വെടിഞ്ഞവന്റെ സഭയാ, കാൽവറി പിടഞ്ഞു മരിച്ചവന്റെ സഭയാ. ഈ രാത്രി സന്തോഷമുള്ളവർ ദൈവത്തെ ആരാധിക്കണമേ. സഭ ഒന്നിനും വിട്ടുവീഴ്ച കാണിക്കണ്ട. അവൻ വരുന്നത് വിട്ടുവീഴ്ചയുമായിട്ടല്ല, വിശുദ്ധ സഭയെ ചേർക്കാനാ. സന്തോഷമുള്ള കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. തീമത്തിയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് നിജപുത്രനായ തീമത്തിയോട് പറഞ്ഞു, തീമത്തിയോസേ, 5:22 നമ്മളെ വായിക്കുന്ന ആള് പോയോ? യാതൊരുത്തന്റെ മേലും വേഗത്തിൽ കൈവെക്കരുത്, അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകരുത്. എന്തോ നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. എല്ലാ ദൈവദാസന്മാരോടും പറയട്ടെ, ഒരുത്തന്റെ മേലും വേഗത്തിൽ, ജോർജ് വാസു സങ്കടം പോലെ ഒന്നുമില്ല, ഒരുത്തന്റെ മേലും വേഗത്തിൽ കൈവെക്കരുത്. 2, ഒരുത്തന്റെ പാപത്തിൽ നീ ഓഹരിക്കാരനാകരുത്. 3, നിന്നെ തന്നെ, സന്തോഷമുണ്ടോ? ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കുറ്റക്കാരനായി തീരാതിരിപ്പാൻ നിന്നെ തന്നെ നിർമ്മലനായി സൂക്ഷിക്കുക. ദൈവസഭയുടെ വിശുദ്ധി പോകരുത്, ദൈവസഭയുടെ വേർപാട് പോകരുത്. ദൈവസഭ അഴിഞ്ഞാടാനുള്ളതല്ല. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, അല്ലെ മീൻ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കാനുള്ളതാ. അതേപോലെ ക്രിസ്തുവിനകത്ത് നീ അങ്ങാകണം. നിന്റെ അകത്ത് ക്രിസ്തുവും ക്രിസ്തുവിനകത്ത് നീയുമാകണം. വേര് മണ്ണിനകത്തിരിക്കുന്നത് പോലെ, മത്സ്യം വെള്ളത്തിൽ കിടക്കുന്നത് പോലെ നീ ഇന്ന് രാത്രി ക്രിസ്തുവിലാണെങ്കിൽ നീ ക്രിസ്തുവിൽ നിർമ്മലനായിരിക്കണം. ഒരു സ്തോത്രം പറയണം. അപ്പൊ ഇനി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആരെങ്കിലും വന്നിട്ട് വെള്ളത്തിൽ കൂടെ പോകുന്ന മീന് ബന്ധനമാണെന്ന് പറഞ്ഞ് കരക്കിട്ടാൽ അത് 3-4 പ്രാവശ്യം മേളിലോട്ട് ചാടും, താഴോട്ട് ചാടും.
ചെകളെ കുടിച്ചിട്ട് ഈളായും ചോരയെല്ലാം കൂടെ വരും. ഉടനെ നീ അത് കണ്ടും വെച്ച് കണ്ടോ, വെള്ളത്തിന്റെ കെട്ടഴിഞ്ഞപ്പോൾ വിടുതൽ കണ്ടോ എന്ന് പറഞ്ഞ് കൈയടിക്കല്ലേ. മീൻ വെള്ളത്തിൽ കിടക്കണ്ടേ, കരക്കിട്ട് അത് പിടയ്ക്കും. അത് ചാകാൻ വേണ്ടിയുള്ള പടത്തില. ഉടനെ ആ വായിക്കൂടി ഈള വരുന്ന കണ്ടുകൊണ്ടൊരു പെണ്ണ ബക്കറ്റ് കൊണ്ടുവരുക ഈള പിടിക്കാൻ, ഷർത്തിലാന്നും പറഞ്ഞു. ഉടനെ വേറൊരു ആൻറ്റി പുതപ്പിക്കാൻ പുതപ്പും കൊണ്ട്. ഇതെല്ലാം സഭയ്ക്കകത്ത് ക്രമീകരണം. പുതപ്പും കൊണ്ട് കുറച്ച് പേര് എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? നീ ഇതിൻ്റെ ഒന്നും പുറകെ പോകല്ലേ. സഭ പുതപ്പ് വെച്ച് മൂടുന്നതല്ല, സഭ ഷർത്തിന് പിടിക്കുന്നതല്ല, സഭ കുരയ്ക്കുന്നതല്ല, സഭ ചർച്ചിക്കുന്നതല്ല, സഭ ആരാധിക്കുന്നതാ. സന്തോഷമുള്ള ദൈവത്തെ ആരാധിക്കണം. നിനത് സഭയുടെ വേർപാട് പാലിപ്പാൻ. സന്തോഷമുള്ള റോമനമായിരിക്കാതെ ഒരു ന്യൂജനും സഭയ്ക്കകത്ത് കയറരുത്. സഭ ദൈവത്തിന് വിശുദ്ധമാ. ഹല്ലേലൂയ. 1 ഹൃദയം നിർമ്മലമാകണം, 2 നിന്റെ ശരീരം നിർമ്മലമാകണം. 3 ലൂക്കോസ് 11:36. എൻ്റെ കുഞ്ഞെ ഒരു മൈക്ക് കൊടുത്ത് ഇത്രയും വലിയ ലക്ഷക്കണക്കിന് രൂപ മുടക്കി മൈസെറ്റ് മേടിച്ചേക്കുക. നിങ്ങൾ എന്തോ കളിക്കുകയാണോ? ലോകം മുഴുവൻ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കല്ലേ. മോളെ വായിച്ച് ധൈര്യമായിട്ട് വായിച്ചാ. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ, നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കുന്നത് പോലെ അശേഷം പ്രകാശിതമായിരിക്കും. ദൈവമക്കളെ, ഇരുട്ടിന്റെ ഒരു അംശവും നിന്നി വരാൻ പാടില്ല. എത്രായിരം വോൾട്ടിന്റെ ലൈറ്റാ കത്തിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ കാച്ചോട്ട് നിങ്ങളുടെ കാലിൻ്റെ നിഴലുണ്ട്, നിങ്ങളുടെ കസാറയുടെ നിഴലുണ്ട്, ഈ കാണുന്ന എല്ലാത്തിൻ്റെ നിഴൽ എവിടെയുണ്ട്? യേശുവിൻ്റെ ചുവട്ടിൽ ഒട്ടും ഇരുട്ടില്ല. ഇരുട്ടില്ലാത്ത ഏക പുരുഷൻ, സ്വത്രം പറയാമോ? ഒട്ടും ഇരുട്ടില്ലാത്ത ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്ത നിന്നിൽ ഇരുട്ടൊട്ടും ഉണ്ടാകാൻ പാടില്ല. സന്തോഷമുള്ളവരെ സ്വത്രം പറയാവുള്ളൂ. ഇന്ന് രാത്രി നിന്നെ വിളിച്ചിരിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമാകാനാ. ലോകത്തിന്റെ വെളിച്ചമാ ഞാനെന്ന് ഉറപ്പുള്ളവര് നല്ല പോലെ കൈയടിച്ച് ദൈവത്തിന് സ്തുതിച്ചേ. നീ ലോകത്തിന്റെ വെളിച്ചമാ. 1 യോഹന്നാൻ 1:5 വായിച്ചേ മക്കളെ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അല്പമേലും ഇരുട്ടുള്ള ഒന്നിനെയും അവൻ സ്വീകരിക്കത്തില്ല, നിങ്ങൾ പിണങ്ങിയാലും ഇല്ലേലും. ഈ പുസ്തകം പറയുന്നു, വിവാഹ നിശ്ചയം ചെയ്ത ഏക പുരുഷന് ഇരുട്ടൊട്ടുമില്ല. അവൻ വേളി കഴിക്കാൻ പോന്ന മണവാട്ടിയിലും ഇരുട്ട് ഒട്ടുമില്ല. നിങ്ങൾക്ക് എന്നാ ഒരു മൗളിപ്പ് പോലെ? പേടിക്കൊന്നും വേണ്ട. ഈ രാത്രി ആ വെളിച്ചം അങ്ങ് അകത്തെ കയറിയാൽ മതി. നിന്റെ ഇരുട്ടെല്ലാം മാറണം, നിന്നിലെ ഇരുട്ടെല്ലാം മാറണം. ഈ രാത്രി കഴികൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ 103-ാം കൺവെൻഷനില് 103-ാം സങ്കീർത്തനം വായിച്ചു തുടങ്ങിയത് ഈ സഭാ മഹായോഗത്തില് ഈ രാത്രി എടുത്ത പ്രസംഗ വിഷയം ഭയങ്കരമല്ലേ? കർത്താവിന്റെ വരവ്. എടുക്കപ്പെടാൻ കൊടുക്കുന്ന എത്ര പേരുണ്ട്? അയ്യോ, ചെറുപ്രായത്തിൽ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജയ്സ്വിൻ പാർസ് വിറച്ചെന്നാ പറഞ്ഞത്. ഇന്ന് രാത്രി നമ്മുടെ ഭയം പോയി കേട്ടോ. സഭയ്ക്ക് പറ്റിയ ഒന്നാമത്തെ ഗതികേട് സഭയ്ക്ക് ഭയം പോയെന്നുള്ളതാ. എനിക്ക് ക്രൂശേ കിടന്ന കള്ളനോടുള്ള വലിയ ബഹുമാനം. അവൻ ഒത്തിരി കൈയടിച്ചില്ല, ഒത്തിരി പാട്ട് പാടിയില്ല, 103 കൺവെൻഷനും വന്നില്ല, 1ഉം 2ഉം തലമുറയും പറയാനില്ലായിരുന്നു. പക്ഷെ അവന് ദൈവത്തെ ഭയമുണ്ടായി. ഒരു സ്വത്രം പറഞ്ഞ്, ക്രൂശേ കിടന്നവൻ എന്തോ ഉണ്ടായി? അവന് ദൈവത്തെ ഭയമുണ്ടായി. ഇന്ന് രാത്രി ദൈവ പൈതലേ, മറ്റൊന്നും നിനക്കുണ്ടായില്ലെങ്കിലും ഈ മഹാദൈവത്തെ നിനക്ക് ഇന്ന് രാത്രി ഒരു ഭയമുണ്ടാകണം. ഇവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ഈ ദൈവത്തെ സേവിക്കുമ്പോൾ ഹല്ലേലൂയ. ഞാൻ വിവരിക്കുന്നില്ല. തീത്തോസ് 2:8 വായിച്ചേ. തീത്തോസ് 2:8. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാതെ പത്യവചനവും ഉള്ളവനായിരിക്കാം. നമ്മളെ തെറ്റാതെ ഒന്നുകൂടെ പേടിക്കണ്ട, പതുക്കെ വായിച്ചാൽ മതി. സംഗതി ശരിയാണ്. ഉപദേശത്തിൽ നിർമ്മലതയും. നിർമ്മലത വേണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹലോ, ഒന്നുകൂടെ വായിച്ചോ മക്കളെ. ഉപദേശത്തിൽ നിർമ്മലതയും. ഉപദേശത്തിൽ നിർമ്മലത, ഗൗരവം.
ആക്ഷേപിച്ചുകൂടാത്ത സോപ്പിട്ട് സുഖിപ്പിക്കുന്നതല്ല സുവിശേഷ യോഗം. സ്തോത്രം പറയണം. നീ സുവിശേഷം പൂർണ്ണ ഗൗരവത്തോടെ പറയണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിന്റെ ഉപദേശത്തിൽ നിർമ്മലത ഉണ്ടായിരിക്കണം. ചാഞ്ഞും ചരിഞ്ഞും പോകുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഇതുപോലൊരു മഹായോഗത്തിൽ ഒരു പുള്ളിക്കാരൻ ഒരു ചാക്ക് നോട്ട് കൊണ്ടുവന്നു. ഒരു ചാക്ക് നോട്ടുമായിട്ട്, ഒരു കെട്ട് നോട്ടുമായിട്ട്. അത്രയും പൈസ വന്നാൽ പിന്നെ സ്വോത്ര കാഴ്ച നമുക്ക് എടുക്കണ്ടല്ലോ, വേണ്ട. ഒരു കെട്ട് കാശുമായിട്ട് വന്നെ പത്രോസ്, നിന്നെ ഇന്നു മുതൽ ഞങ്ങളുടെ ഫൈനാൻഷ്യൽ ഡയറക്ടർ ആക്കിയേക്കെന്ന് പറഞ്ഞില്ല. ആത്മാവിന്റെ മുമ്പിൽ കാശ് കൊണ്ടുവന്നേ. കാശിനും അറിയാത്തായിരുന്നു ആത്മാവ്. ആത്മാവ് ചോദിച്ചു, നീ ആത്മാവിനോട് വ്യാജം കാണിച്ചോടാ. അവൻ അവിടെ ചത്തു വീണ്. അതാ സഭ. ഉപദേശത്തിൽ ഗൗരവമുള്ള സഭയ്ക്കകത്ത് ആത്മാവ് ഇടപെട്ടാൽ ഒരനീതിയും അവിടെ വെളിപ്പെടത്തില്ല. ഇതിനകത്ത് സന്തോഷമുള്ളവൻ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം കേട്ടോ. ഒരനീതി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, ഭയത്തോടെ ദൈവത്തെ സേവിക്കുക. ദൈവത്തിന്റെ പൈതലേ, അന്നത്തെ സഭായോഗം 8:45 തീരത്തില്ല. 3 മണിക്കൂർ കഴിഞ്ഞ് അമ്മാമ വന്നു. അപ്പൊ സഭായോഗം എത്ര മണിക്കൂറാ? ഈ പുള്ളിക്കാരൻ വന്ന് ശവോടക്കം കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞ് ആന്റി വന്നേ. അതല്ലേ പറഞ്ഞ്? ആന്റി വന്നപ്പോൾ പൊരിഞ്ഞ സഭായോഗം നടക്കുക. ഹലോ, സ്തോത്രം പറയണം. അതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭ. ക്ലോക്കും വാച്ചും ഒന്നുമില്ല. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ആന്റി വന്നപ്പോഴും ചോദിച്ചു, നിങ്ങൾ തമ്മിൽ ഒത്തായിരുന്നു? ഇന്ന് അനേകയിടത്തും അച്ഛനും അമ്മയും കൂടെ ഒത്തോണ്ടാ ദൈവത്തെ കളിപ്പിക്കുന്നേ. സ്തോത്രം പറയണം. നിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും കണ്ട് സഭ പേടിക്കരുത്. ഇന്ന് രാത്രി ദൈവദാസന്മാരോട് പറയട്ടെ, ഉപദേശത്തിൽ നിർമ്മലത. ആ പിണക്കമില്ലേ? സന്തോഷത്തോടെ അല്ലേ പറ. ഉപദേശത്തിൽ നിർമ്മലത വേണം. പൂർണ്ണ ഗൗരവത്തോടെ ആരെ സുഖിപ്പിക്കാതെ നിന്നെ വിളിച്ചത് PC ചെറിയാനല്ല, നിന്നെ വിളിച്ചത് വൈറജി പാസ്റ്ററല്ല, നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ നീ ദൈവത്തിന് മുമ്പാകെ പൂർണ്ണ ഗൗരവത്തോടെ സന്തോഷമുള്ളവർ മാത്രം കരമൊന്നടിച്ച് ഇതിനകത്ത് ദൈവത്തെ ആരാധിച്ച് സഭ എന്ന് പറയുന്നത് പൂർണ്ണ ഗൗരവത്തോടെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എന്തിനേലും പേടിച്ച് ഓടാൻ പോയാൽ നീ ഓടിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടം ഓടിയ 40 വർഷം മാരത്തോൺ ഓട്ടം, തിരിഞ്ഞു നോക്കാതെ ഒറ്റ ഓട്ടം, മരുഭൂമി കൂടെ തന്നെ ഓടി 40ാമത്തെ വർഷം മരുഭൂമിക്ക് അപ്പുറത്ത് ചെന്നു. എനിക്കൊരു സന്തോഷം, 40 വർഷം ഓടിയെങ്കിലും മരുഭൂമിക്ക് അപ്പുറത്ത് ചെന്നല്ലോ. സ്വതന്ത്രം പറഞ്ഞില്ല. പേടിച്ചോടുക, മരണത്തെ പേടിച്ചോടുക, ഫറവോനെ പേടിച്ചോടുക, ഇസ്രായേലിനെ പേടിച്ചോടുക. അവിടെ ചെന്നപ്പോൾ പുള്ളി ഒരു അപൂർവ കാഴ്ച. മുള്ളു കത്തുന്നു, തീയുണ്ട്, മുള്ളു വേഗത്തില്ല. ഇതെന്നാന്ന് കാണാൻ അങ്ങോട്ട് ഓടി, മരുഭൂമി വരെ ഓടിയാണ്, അങ്ങോട്ട് ഓടി. അവിടെ ചെന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, വടി താടിയിടാന്ന് പറഞ്ഞു. വടി താടിയിട്ട് പാമ്പായ പുള്ളി ഇങ്ങോട്ട് ഓടി. ഓടുന്നവനെന്നും ഓടിക്കൊണ്ടിരിക്കും. ഹലോ, പിന്നെ ഓടുന്നവൻ അങ്ങോട്ട് ഓടി, പാമ്പിനെ കണ്ടപ്പോൾ ഇങ്ങോട്ട് ഓടി. തമ്പുരാൻ പറഞ്ഞു, മതിയടാ, നിർത്ത്, കുറെ കാലമായില്ലേ ഓട്ടം തുടങ്ങിയിട്ട്. ആരാണ്ടെയൊക്കെ പേടിച്ച് ഏതാണ്ടിനെയൊക്കെ പിടിച്ച് നീ ഓടുവല്ലേ, നീ ഒന്ന് നിർത്തി. നിന്റെ നേരെ പണം ഉയർത്തി ആടുന്ന പാമ്പിന്റെ വാലിൽ നിന്ന് പിടിച്ചേ. അവൻ പിടിച്ചപ്പോൾ അത് വടിയായി. ദൈവം പറഞ്ഞടാ മോനെ, ഇത്രയേ ഉള്ളൂ പ്രശ്നം, ഇത്രയേ ഉള്ളൂ, ഒന്നും പേടിക്കരുത്. നിന്നെ ഓടിക്കുന്ന ആ വ്യാപാരം നിന്റെ അഭിഷേകത്തെ പിടിച്ചാൽ നിന്റെ കൈക്കകത്ത് ഒതുങ്ങാത്തൊരു പ്രശ്നമില്ല. ഇതിനകത്തൊരു വിശ്വാസ ദൈവത്തെ ആരാധിക്കണം. നിന്റെ കയ്യിൽ ഒതുങ്ങാത്തൊരു പോരില്ലെന്ന്. അത് ഫറവോന്റെ വ്യാപാരമായാലും അത് ഇസ്രായേലിന്റെ വ്യാപാരമായാലും അഭിഷേകമുണ്ട് കയ്യിൽ ഒതുങ്ങാത്ത. സന്തോഷമുള്ളവർ കരമടിച്ചു ദൈവത്തെ അന്ന് രാത്രി. ദൈവ പൈതലേ, നീ ഒന്നിനെയും കണ്ട് പേടിക്കരുത്. ഞാൻ ദൂത് പറയുമ്പോൾ രോഗങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാ, ബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഈ രാത്രി ആഴമായ വിടുതല് ഈ പന്തലി വ്യാപരിക്കുകയാ. നിങ്ങളൊരു കാര്യം അറിയണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പിടിക്കപ്പെട്ടത് നൈൽ നദി രക്തമായതുകൊണ്ടല്ല, പൊടിയെല്ലാം കൂടെ പേനായതുകൊണ്ടല്ല, പൂഴിയെല്ലാം കൂടെ നായീച്ചയായതുകൊണ്ടല്ല, ഐസെല്ലാം കൂടെ കൽമഴയായതുകൊണ്ടല്ല. ഇസ്രായേൽ മക്കൾ പിടിപ്പിക്കപ്പെട്ടത് കുഞ്ഞാടറക്കപ്പെട്ടുകൊണ്ടാണ്. സ്തോത്രം പറയണം. ഇന്ന് രാത്രി അത്ഭുതങ്ങൾക്ക് ഒരു വാക്ക് മതി, അല്ലെങ്കിൽ ഒരു വടി മതി. പക്ഷെ വീണ്ടെടുത്തത് രക്തം കൊണ്ടാ.
നീ സ്തുതിക്കേണ്ടത് അത്ഭുതങ്ങൾ ഓർത്തല്ല, നീ സ്തുതിക്കേണ്ടത് വീണ്ടെടുത്ത രക്തത്തെ ഓർത്ത. സന്തോഷമുള്ളവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിങ്ങളൊന്ന് കേൾക്കണേ. പുതിയ നിയമസഭയിലെ 38 വർഷ പക്ഷപാതക്കാരൻ സൗഖ്യമാകാനാകെ എടുത്തോണ്ട് വീട്ടിൽ പോടാന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ കേസ്. 4 ദിവസം കല്ലറ കിടന്നുകൊണ്ട് ലാസറെ പുറത്തു വരാൻ പറഞ്ഞാൽ മതി, പ്രശ്നം തീരും. ഒരു വാക്കി തീരുന്നത് അത്ഭുതമല്ല, പക്ഷെ നിന്റെ വീണ്ടെടുപ്പ് കാൽവറി രക്തമൊഴിച്ച. നീ രാത്രി ആരാധിക്കേണ്ടത് വിടുതൽ ഓർത്തല്ല, നീ ആരാധിക്കേണ്ടത് നിന്റെ വീണ്ടെടുപ്പ് ഓർത്ത. സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആ രക്തത്തിന്റെ വില അറിയുന്നവർ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ ഈ പന്തല്ല രക്തം ഇന്ന് രാത്രി ലൈവായിട്ട് ഒഴുകുകയാ. നിന്റെ പാപവും ശാപവും എല്ലാം അത് കഴുകിക്കളയുന്ന, നിന്നെ ഒരു നിർമ്മല കന്യകയാക്കുന്ന. ഓ രമന ജാന വൈഡ ജാല ധീര രഗത രൗഷ ഭ്രമന. അഭിഷേകമുള്ളവൻ മൗനമായിരിക്കരുത്. ചില അന്ധകാര വ്യാപാരങ്ങൾ, ചില ആഭിചാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാ. ഹല്ലേലൂയ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. യേശുവിന്റെ മഹത്വം ഇറങ്ങി വെളിപ്പെടുന്നുണ്ട്. ആ തേജസ് ഇവിടെ നിറഞ്ഞു നിൽക്കുകയോ. ഹല്ലേലൂയ. പിന്നെ എനിക്ക് ഫറവോനോടൊരു കാര്യം പറയാനുണ്ട്. ഫറവോൻ അധികാരത്തിന്റെ മത്ത് പിടിച്ചിട്ട് രക്തത്തളി ആചരിച്ചു പോകുന്നവന്റെ പുറകെ വരല്ലേ. ഹലോ, വീണ്ടെടുക്കപ്പെട്ടവന്റെ പുറകെ ഒരു ഫറവോന്റെ അധികാരവും വരരുത്. ഹലോ, വീണ്ടെടുക്കപ്പെട്ടവന് മുമ്പിൽ 2 പർവ്വതം, മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്റെ സൈന്യം. നമുക്ക് വേണേ ചോദിക്കാമായിരുന്നു, രക്തത്തളി ആചരിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഈ ചെങ്കടലും ഫറവോനും ഒന്നും ഇല്ലാത്തൊരു വഴിയെ വിട്ടാ പോരെ? ഇല്ല മോനെ, അതൊക്കെ നേരത്തെ വരച്ച റൂട്ടാണ്. ആ റൂട്ടിൽ കൂടെ നീ പോയേ ഒക്കത്തുള്ളൂ. ആ റൂട്ട് നിന്നെ വീണ്ടെടുത്തപ്പോഴാണ് ഞാൻ വരച്ചേക്കുന്ന. ഞാൻ വരച്ച വഴിയെ കൂടെ നീ പോയേ ഒക്കത്തുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എന്തോ ചെയ്യും? നീ വിഷമിക്കേണ്ട സമയത്ത് ഞാൻ ചെങ്കടൽ മാറ്റി തന്നാ പോരെ? ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചാ പോരെ? സ്വോത്രം ഈ രാത്രി പറയണം. നിന്റെ മുമ്പിൽ തിരപൊക്കി അലറി നിൽക്കുന്ന ആ ചെങ്കടൽ ഒരു 3 മണിക്കൂർ, നിന്റെ പ്രശ്നം മൊത്തം തീരാൻ 1 നാഴിക. 12 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള 1 നാഴിക മതി നിന്റെ മുമ്പിലെ ചെങ്കടൽ 2ആയിട്ട് മാറാൻ. അതിനൊരു കൊച്ചു കാറ്റടിച്ചാൽ മതി. ഇന്ന് രാത്രി ഈ പന്തല്ല കാറ്റടിക്കുന്നുണ്ട്. വിശുദ്ധ ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ മുമ്പിൽ വഴിയടഞ്ഞു നിൽക്കുന്ന, നിന്റെ വാഗ്ദത്തങ്ങളെ തടയുന്ന ആ പോരിനെ അഴിക്കാൻ ഈ രാത്രി ദൈവാത്മാവിന്റെ കാറ്റ്. വിശ്വസിക്കുന്നവർ രാത്രി ഏറ്റെടുത്ത് ആരാധിച്ചോണം. ചില വഴികൾ ആരോടൊക്കെ ദൈവം ഇടപെടുകയാ. വാഗ്ദത്തത്തിൽ കയറാൻ കഴിയാതെ തുട്ടപ്പിശാച് വെച്ച ചില പാതകളെ ഇതിനകത്ത് ദൈവം തുറക്കുകയാ. ഓ, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. നീ വിചാരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവം ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുകയാ. ഓ, ചെങ്കടൽ കണ്ട് പേടിക്കരുത്. ഫറവോന്റെ സൈന്യം കണ്ട് പേടിക്കരുത്. 2 പർവ്വതങ്ങൾ കണ്ട് പേടിക്കരുത്. ഇതെല്ലാം കൂടെ 3 മണിക്കൂർ. അർദ്ധരാത്രി തുറന്നു, പ്രഭാതയാമത്തിൽ അടച്ചു. ഒരല്ലേ പറഞ്ഞേ, നിന്റെ കൊച്ചിന്റെ വിസ അടിക്കുന്നില്ല, PR കിട്ടുന്നില്ല, പരീക്ഷ പാസ്സാകുന്നില്ല, ഗവൺമെന്റ് നിയമം മാറി. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി 3 മണിക്കൂർ നിയമം മാറ്റും. 3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പഴയ നിയമമാകും. അതിനു മുമ്പ് നിന്റെ കൊച്ചിന്റെ സീലടിച്ചിരിക്കും. ദൈവത്തിന് 3 മണിക്കൂർ മതിയെന്ന്. നിന്റെ കാര്യം നടന്നാ പോരെ? നീ പോകുന്ന വഴി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഭാരപ്പെടണോ? കർത്താവ് ഒരു കാറ്റടിപ്പിച്ചാ പോരെ? ഇന്നത്തെ എത്ര അഭിഷക്തന്മാർ വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രി ദൈവം ആ കാറ്റടിപ്പിക്കുകയാ. ആരോടൊക്കെയോ ദൈവാത്മാ ഇടപെടുകയോ. വിശ്വസിക്കുന്നവർ ഇതിനകത്ത് മൗനമായിരിക്കരുത്. നിന്നെ മുടിച്ചു കളയുമറിഞ്ഞ് നിന്നെ പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ വാളവന്റെ മേൽ വെക്കും, എന്റെ ആശ നിവർത്തിക്കും. പുറകെ വരുന്നവനെ നീ പേടിക്കരുത്. ഹോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ഫറവോൻ മര്യാദയ്ക്ക് ആ വീട്ടിൽ ഇരുന്നായിരുന്നെങ്കിൽ അവന് 10-15 വർഷം കൂടെ വേണേ ഫറവോനായിട്ട് ഭരിക്കായിരുന്നു. ഈ രക്തത്തളി ആചരിച്ചോണ്ട് പുറകെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? എടാ, അവൻ പോട്ടെന്ന് വെച്ചാ പോരെ? എടാ, അഭിഷേകം പ്രാപിച്ച് പോകുന്നതിന് നീ വിട്ടേര്. നീ അതിൻ്റെ പുറകെ ശല്യം ചെയ്യാൻ പോകല്ലേ, പോയിട്ട് പണി മേടിക്കല്ലേ.
ഒരു സ്വത്രം പറയണം. ഇവൻ പുറകെ ചെന്ന് പണി മേടിച്ച് എൻ്റെ പൊന്നെ കടലിനകത്ത് നടുക്കടലിലായി രക്ഷപ്പെടാൻ വയ്യാതെ അവിടെ വെച്ച് മുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഒരധികാരവും അഭിഷേകത്തിന്റെ പുറകെ വരല്ല. ഇന്നത്തെ എത്ര പേര് സന്തോഷമുണ്ട്? രക്തത്തളി ആചരിച്ചവന്റെ വീണ്ടെടുക്കപ്പെട്ടവന്റെ പുറകെ ഒരധികാരവും വരരുത്. ഏറ്റെടുക്കുന്ന ധൈര്യത്തോടെ രാത്രി ആത്മാവിൽ പ്രതികരിച്ചേ. ഓ ഹല്ലേലൂയ ജീസസ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ പ്രത്യാശ അതാരെന്ത് കേട്ടോ. പിന്നെ സഭായോഗം തുടങ്ങുമ്പോൾ ഒരു അമ്മാമ്മ എഴുതേക്കും, എന്നു വരും, എപ്പോൾ വരും, പോയതുപോലെ. എന്തായാലും പാസ് പറയുന്ന പാട്ട് പാടാൻ സമയമില്ല, ഗസ്റ്റ് പാസ് ഉണ്ട്, അതുകൊണ്ട് ഇനി ആരും പാടല്ല. ഉടനെ അച്ഛൻ എഴുതേക്കും, കാകേളം കാതുകളിൽ കേട്ടിടാറായി. ഉടനെ പിന്നെയും പാസ്വേഡ് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ പാടരുത്, പാസ്സുണ്ട്. എന്നാലും ജനം പാടാതിരിക്കത്തില്ല. അവർ പറയും ഹല്ലേലൂയ, എൻ പ്രിയൻ വാനിൽ വരാറായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ പാടുന്ന എന്താണെന്നറിയാം? ഇനി എന്തോ ചെയ്യാനാ, ഇനി എന്തോ പറയാനാ, ഇറങ്ങിപ്പോയില്ലേ. അയ്യോ ഗതികേട്. ദൈവസഭയുടെ ഓർത്ത് ഇന്ന് രാത്രി നല്ല ഹല്ലേലൂയ പറയണം. അയ്യോ സഭ എന്തോ ചെയ്യാനാന്നല്ല, ഈ രാത്രി നീ നിർമ്മലമായി കൊള്ളണം കേട്ടോ. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നീ നിർമ്മലനാകാൻ. സന്തോഷമുള്ളവര് മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്. എന്തോ ചെയ്യാനാന്നല്ല, ഇന്ന് രാത്രി നീ നിർമ്മലനാകാൻ. എത്ര പേർക്ക് ഈ രാത്രി സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2:5 വായിക്കണ്ട കുഞ്ഞേ. ക്രിസ്തുവേശുവിലെ പാപം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ഓ 1 കൊരിന്ത്യർ 2:16 അതൊന്ന് വായിച്ചോ സമയമില്ലെങ്കിലും. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവൻ ആർ? അടുത്ത വാക്ക്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. എന്നെ കൈപൊങ്ങാത്തെ. ഞാനോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാന്നോടൊരു കൈ ഉയർത്തിക്ക്. ക്രിസ്തുവിന്റെ മനസ്സ്. മക്കളെ, മീഖയുടെ പുസ്തകം 5:1 വായിച്ചേ. മീഖയുടെ പുസ്തകം 5:1. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മക്കളെ പടക്കൂട്ടവുമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാട കോരുന്നു. ഇസ്രായേലിന്റെ ന്യായാധിപതിയായി അവർ വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതെങ്കിലും ഇസ്രായേൽ അധിപനായുള്ളവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ഒരു സ്തോത്രം പറയണം. മീഖ 5:1 പറയാണ്, ജനത്തിന്റെ ന്യായാധിപനായി അവന്റെ ചെകിട്ടത്ത് കോലുകൊണ്ടടിച്ചു. കോലുകൊണ്ട് ചെകിട്ടത്തടിക്കാൻ കാരണമുണ്ട്. ഈ ക്രൂരന്മാരായ റോമൻ പടയാളികൾ മാറി മാറി ആ മുഖത്ത് കാർക്കിച്ചു തുപ്പി. തുപ്പലിന്റെ പുറത്ത് കൈകൊണ്ടടിച്ച കയ്യേൽ എല്ലാവന്റെ കഫം പറ്റും. അത് പറ്റാതിരിക്കാൻ ന്യായാധിപതിയായ കർത്താവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പലിന്റെ പുറത്ത്. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ കോലുകൊണ്ടടിച്ചു. അടിച്ചപ്പോ കർണപുടം പൊളിഞ്ഞു, കൺപോള തകർന്നു, കണ്ണിന്റെ കൃഷ്ണമണികൾ ഉടഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ രാത്രി പാട്ട് കേട്ടല്ല നീ ദൈവത്തെ കൈയടിക്കണ്ടേ. PC ചെറിയാൻ പറഞ്ഞെന്ന് പറഞ്ഞല്ല കൈയടിക്കണ്ടേ. നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടവനെ ധ്യാനിച്ചു വേണം കൈയടിക്കാൻ. ഏത് ആരാധന ഉയരേണ്ടത്? ഈ രാത്രി ഗതസമന ഉയരണം, ഗബദ ഉയരണം, ഗാഗുൽത്ത ഉയരണം. അത് ഉയർന്നാൽ നിനക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടവനോ. അതുകൊണ്ടല്ലേ പൗലോസ് എന്ന 30 വയസ്സ് പ്രായമുള്ളപ്പോൾ അധികാരപത്രം കൈയിരിക്കുന്ന മനുഷ്യൻ, 30 വയസ്സ് പ്രായം, 40 വയസ്സ് കിട്ടേണ്ട സാധന 30 കിട്ടി. അതുള്ളപ്പോൾ പറയാണ്, ഇവിടെ വായിച്ചു നമ്മുടെ തമ്പി പാസ്റ്റർ, എൻ്റെ കർത്താവ് നിമിത്തം നട്ടുച്ച നേരത്തെ സൂര്യനെ വെള്ളുന്ന ആ സൂര്യശോഭയെ വെല്ലുന്ന വെളിച്ചത്തിൽ എന്നെ രക്ഷയിലേക്ക് നടത്തിയ എൻ്റെ കർത്താവ് നിമിത്തം ഞാൻ എനിക്ക് ലഭിക്കാമായിരുന്നതെല്ലാം ചവറെണ്ണുകയാ. ഒരു സ്തോത്രം പറയണം.
ഞാനും എൻ്റെ കർത്താവും നമ്മുടെ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കാൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ ആപത്തിനോ വാളിനോ മരണത്തിനോ നിന്ദയ്ക്കോ അപമാനത്തിനോ പരിഹാസത്തിനോ ജീവനോ മരണത്തിനോ ഉയരത്തിനോ ആഴത്തിനോ ഉലകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തിന് രാത്രി യേശുവുമായുള്ള സ്നേഹം. ഓ ഹല്ലേലൂയ. 2 വാക്യം വായിച്ച് വേഗം വിടാൻ ഞാൻ. റോമർ 8:9-10 വായിച്ച മക്കളെ. റോമർ 8:9-10 ഇല്ലേ മക്കളെ? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരല്ലത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. എന്താ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുക. യെശയ്യാവ് 11:2-3-4, യെശയ്യാവ് 42:2-3-4. 2 വാക്യം ഒന്ന് ഓടിച്ചു വായിച്ചു. യെശയ്യാവ് 11:2-3-4, 42:2-3-4. വേഗം വായിച്ചാട്ട്. ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. ഒരു ഹല്ലേലൂയ പറയണം. യേശുവിന്റെ ആത്മാവ്. പാട്ട് കഴിഞ്ഞ് പാട്ടുകാരന് ആവേശം കയറും, നമുക്ക് പരവേശം കയറുമ്പോൾ ഉണ്ടാകുന്ന 2 അന്യഭാഷയല്ല. അതെല്ലാം വേണം. ഞാൻ ഒത്തിരി അന്യഭാഷ പറയുന്ന ആളാ. പക്ഷെ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അത് ജ്ഞാനത്തിന്റെയാണ്, അത് പരിജ്ഞാനത്തിന്റെയാണ്, അത് വിവേകത്തിന്റെയാണ്, അത് ബലത്തിന്റെയാണ്, അത് ആലോചനയുടെയാണ്. ഓ ഹാല, അത് യഹോവ ഭക്തിയുടേതാണ്. 2 യെശയ്യാവ് 42 വായിക്കുമ്പോൾ ചതഞ്ഞ ഓടെ ഒടിക്കാത്തതാ, പുകയുന്ന തിരിയെ കെടുത്താത്തതാ. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി ചതഞ്ഞവനെ പിന്നെ ചതച്ചു വിടുന്നതല്ല സഭ, ഒടിഞ്ഞവനെ ഒന്നുകൂടെ ഒടിക്കുന്നതല്ല സഭ. ചതഞ്ഞ ഓടെ ഒടിക്കാത്തവൻ, ഓ സന്തോഷം, ദൈവത്തെ സ്തുതിക്കട്ടെ. പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. ഓ ഹല്ലേലൂയ. യൂദായുടെ ലേഖനം വീട്ടിൽ പോയി വായിച്ചാൽ മതി. 8 മുതൽ വായിക്കണം. ജഡത്തെ മലിനമാക്കുന്നവർ, കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നവർ, എല്ലാം ദുഷിക്കുന്നവർ, കായിന്റെ വഴിയെ പോകുന്നവർ, ബിലെയാമിന്റെ വഞ്ചനയിൽ കുടുങ്ങുന്നവർ, കോരകിന്റെ മത്സരത്തിൽ പങ്കെടുക്കുന്നവര്, സ്നേഹസത്തെയും മറഞ്ഞു കിടക്കുന്ന വലിയ പാറകള്, വെള്ളമില്ലാത്ത പൊട്ട മേഘങ്ങള്, ഇലകൊഴിഞ്ഞ് ഫലമില്ലാതെ 2 ഉരുചത്ത് വേരറ്റുപോയ വൃക്ഷങ്ങള്, നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽത്തിരകള്, അന്ധതമസ് സൂക്ഷിച്ചു വെക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങള്, പിറുപിറുപ്പുകാര്, ആവലാതി പറയുന്നവര്. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ, വമ്പ് പറയുന്നവർ, മുഖസ്തുതി പറയുന്നവർ. ഹലോ, യൂദാ വായിക്കണം കേട്ടോ. വെളിപ്പാടിൽ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പുള്ള കാര്യങ്ങളാ. ഭക്തിയുടെ മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ, പരിഹാസികൾ, ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ, എല്ലാം യൂദായുടെ ലേഖനത്തിലാണ്. കൊച്ചധ്യായമാണല്ലോ, കാര്യം മൊത്തം എഴുതിയിട്ടുണ്ട്. ഒരു സ്തോത്രം പറയണം. ഓ യൂദാ പറഞ്ഞു, നിങ്ങളോ നിർമ്മല കന്യകയായ നിങ്ങളോ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന. സ്വത്രം രാത്രി പറയണം. ഈ തീം ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവി പ്രാർത്ഥിച്ചും ഹല്ലേലൂയ ദൈവ സ്നേഹത നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇന്നലെ മൊത്തവും ഇന്ന് മൊത്തവും സൂക്ഷിക്കാനാ പറഞ്ഞേ. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കും. അഹസ്വേരോസ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മണവാട്ടിയാകാൻ എസ്തേർ എന്ന് പറഞ്ഞ യഹൂദ പെൺകുട്ടിക്ക് ഒരു 6 മാസം മൂർതൈലത്തിൻ്റെ ഒരുക്കവും, പിന്നെ ഒരു 6 മാസം സുഗന്ധവർക്കത്തിൻ്റെ ഒരുക്കവും, 12 മാസത്തെ ഒരുക്കം കഴിഞ്ഞാലേ അവക്ക് രാജാവിൻ്റെ മുമ്പിൽ വരാനൊക്കത്തുള്ളെങ്കിൽ
മൂക്കി പഞ്ഞി വെക്കുന്ന രാജാവിന്റെ കാര്യമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. രാജാതിരാജാവായ കർത്താവായ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനൊപ്പം പറയാൻ ആരുമില്ലാത്ത ആത്മമണവാളനായ ക്രിസ്തുവിന്റെ മണവാട്ടി പദം അലങ്കരിപ്പാൻ നീ എത്ര നാളത്തെ ഒരുക്കം ആവശ്യമാണ്? ഇന്ന് രാത്രി ഒരുക്കമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. വെളിപ്പാട് പുസ്തകത്തിൽ എന്റെ യേശു പറഞ്ഞു, 7 പ്രാവശ്യം പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശു ആവർത്തിച്ചു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി, കരം വീശി ദൈവത്തെ സ്തുതിച്ച പ്രിയരേ, ഇതാ ഞാൻ വേഗം വരികയാ. ക്രിസ്തുവിലുള്ളവർ, ജഡത്തെ രാഗമോഹത്തോടെ ക്രൂശിച്ചവർ, യേശുവിന്റെ മരണത്തോടെ ഏകീഭവിച്ചവർ, കാത്തു നിൽക്കുന്നവർ, ഒരുങ്ങി നിൽക്കുന്നവർ, കല്യാണ വസ്ത്രം ധരിച്ചവർ, വിളക്കിൽ എണ്ണയുള്ളവർ, താലന്ത് വ്യാപാരം ചെയ്തവർ ചേർക്കാൻ വരികയാ. ലാസ്റ്റ് മൂമെന്റിൽ എണ്ണയിൽ എന്ന് പറഞ്ഞ് ഇറക്കി വിടരുത്. കല്യാണ വസ്ത്രം ഇട്ടെന്ന് പറഞ്ഞ് ഇറക്കി വിടരുത്. നിന്റെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തെ ഈട്ടി തള്ളുന്നതിന് മുമ്പേ ഇന്ന് രാത്രിയിൽ ആ ആത്മമണവാളനോട് നിർമ്മലതയുള്ള കന്യകയാകാൻ സന്തോഷമുള്ളവർ മാത്രമേ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച പ്രിയരേ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും. നമ്മുടെ ഈ മർത്യ ശരീരങ്ങളെ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന രാത്രി ആരും അതിനൊക്കെ ലഭിച്ച ഒരു അസാധാരണ രാത്രിയായത്. ഇന്ന് രാത്രി നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ